എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. കണ്ണൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. IT സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ നേവിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സ്ഥിര ജോലിയാണ്. 1 ജൂൺ 2026 വരെ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴുമല കേരളത്തിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കണ്ണൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 15 വേക്കൻസി ഉണ്ട്. നമുക്ക് പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. 1 ജൂൺ 2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. 1 ജാനുവരി 2002 1 ജൂലൈ 2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 60% മാർക്ക് ഇൻ ഇംഗ്ലീഷിൻ 10ാം ക്ലാസ്സും +2 ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒന്നെങ്കിൽ MSc അല്ലെങ്കിൽ BE ഓർ BTech അല്ലെങ്കിൽ MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡാറ്റ അനലിറ്റിക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതല്ലെങ്കിൽ MCA വിത്ത് BCA ഓർ BSc കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതി. 15 വേക്കൻസിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. 16 മെയ് 2026 മുതൽ 1 ജൂൺ 2026 വരെയാണ് അപ്ലൈ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നിയമനം ലഭിക്കുന്ന സബ് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കാണ്. 56,000 ആണ് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്ന പോസ്റ്റാണ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ഇന്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. SSBയുടെ ഇന്റർവ്യൂ ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് ഉണ്ടായിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്